ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതിനായിട്ട് ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് ബാസ്മതി റൈസ് കൂടി എടുത്തിട്ടുണ്ട്. അരിയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം വേവാൻ വയ്ക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂൺ എണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കിയ ശേഷം വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വടിച്ച് മാറ്റി വെച്ചേക്കാം. പച്ചക്കറികളായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബീൻസ്, ക്യാരറ്റ്, തക്കാളി, സവാള, പച്ചമുളക് ഇത്രയുമാണ്. ഇത്രയും ഞാനിപ്പോൾ ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകുമാണ്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ബീൻസ്, ക്യാരറ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റി കൊടുക്കുക. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. പുളിപ്പില്ലാത്ത തക്കാളി വേണം എടുക്കാൻ. അതുകൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും വഴറ്റി കൊടുക്കാം. ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതേ അളവിൽ തന്നെ ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയെല്ലാം വാടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൈഡിലോട്ട് ഒതുക്കി വെച്ച ശേഷം ആ എണ്ണയിൽ തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാം. വേറെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ആ എണ്ണയിൽ കിടന്ന് തന്നെ നമുക്ക് മുട്ട പൊരിച്ചെടുക്കണം. ഞാനിപ്പോൾ മുട്ടയിൽ കുറച്ച് സീസണിങ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മുട്ടയെല്ലാം വെന്ത് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറികൾ കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സോയാ സോസാണ്. അതൊരു 3 സ്പൂൺ കണക്കാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഞാനിപ്പോൾ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൂടി ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ അധികമായിട്ട് തോന്നും. ഇത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസാണിത്. ഇപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.